ടീസറും റിലീസ് പ്രോമോ എല്ലാം കണ്ടിട്ട് ഭയങ്കര ഹൈപ്പ് തോന്നിയൊരു സിനിമയായിരുന്നു ഗൗതം തിന്നന്നൂരിയുടെ കിങ്ഡം. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് തോന്നുന്നത് കാരണം യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെയാണ് കിങ്ഡം എന്ന സിനിമ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇൻഫേർണൽ അഫയേഴ്സ് 2ന്റെ ഒരു ഷെയ്ഡ് എനിക്ക് ഈ സിനിമയിലുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. സിനിമയുടെ ഇനീഷ്യൽ പോർഷൻസ് കാണുമ്പോൾ അപ്പോഴും ഇത് തന്നെയാണ് തോന്നിയത്. ഇൻഫേർണൽ അഫയേഴ്സ് ഇവർ പോക്കിരി എന്ന പേരിൽ അൺഒഫീഷ്യലി ഇന്ത്യൻ ഫിലിംസിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഇൻഫേർണൽ അഫയേഴ്സ് 2 പോലെയാണ് NTRന്റെ ബാദ്ഷയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇൻഫേർണൽ അഫയേഴ്സ് 2ലുള്ള ബേസിക് എലമെൻറ്റ്സ് എല്ലാം ഇതിൽ ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊട്ടഗണിസ്റ്റിനെ ഒരു പ്രിസണറായിട്ട് മാറ്റുന്നു, ശേഷം അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടി തൻ്റെ ഏട്ടൻ്റെ ഗാങ്ങിൽ ചേരുന്നു. ഇൻഫേർണൽ അഫയേഴ്സ് 2ലുള്ള ഈ ഒരു തീമാറ്റിക് എലമെൻറ്റ്സ് ആണ് കിങ്ഡത്തിൽ ഉപയോഗിച്ചിട്ട് ഉള്ളത്. എനിക്കിത് ഇൻഫേർണൽ അഫയേഴ്സ് 2 ആണെന്ന് മനസ്സിലായെങ്കിലും കിങ്ഡം ആദ്യ ഹാഫിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സിനിമ പ്രധാനമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിൽ എത്തുമ്പോഴാണ്. അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ സിനിമ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു സസ്പെൻസ് സീക്വൻസ് വരുമ്പോൾ ഇനി അങ്ങോട്ട് എന്തോ സംഭവിക്കും എന്ന് വിചാരിക്കുമ്പോൾ ഒന്നും തന്നെ ഈ സിനിമയിൽ കാര്യമായിട്ട് സംഭവിക്കുന്നില്ല. ഒരു സ്ഥിരം ക്ലേശ എന്ന് വിളിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഈ സിനിമയുടെ പിന്നീടുള്ള സീക്വൻസ്. അതെല്ലാം കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് ബോറടിച്ചിരുന്നു. ഇൻഫേർണൽ അഫയേഴ്സ് 2 പോലെ ഈ സിനിമ തുടങ്ങി വെച്ചിട്ട് മറ്റൊരു ഡ്യൂണാക്കാൻ ശ്രമിച്ച് ഫെയിലായി പോകുന്നൊരു സിനിമയാണ് കിങ്ഡം. ഫ്രാങ്ക് ഹെർബർട്ട് എഴുതിയ ഡ്യൂൺ ഇവിടെ എത്ര തവണ അൺഒഫീഷ്യലി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അറിയുന്ന സിനിമകളിൽ ഒന്നാണ് കാലേജ. ഇന്ത്യൻ കൾച്ചറുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു നോവലിനെ തെലുഗു കൾച്ചറിലോട്ട് നല്ല വൃത്തിക്ക് അഡാപ്റ്റ് ചെയ്തൊരു സിനിമയാണ് കാലേജ. ഒരു രക്ഷകനെ തേടി നടക്കുന്ന നാട്ടിലോട്ട് രക്ഷകനായിട്ട് അവതരിക്കുന്ന പ്രൊട്ടാഗണിസ്റ്റിന്റെ കഥയാണ് കാലേജ. വളരെ റൂട്ടഡ് ആയിട്ടാണ് ഇതിലെ ഓരോ ഇവൻസും പറഞ്ഞു പോകുന്നത്. ഒരു ലോക്കലൈസ്ഡ് ഡ്യൂൺ ആണെങ്കിലും തെലുഗു കൾച്ചറിലോട്ട് അഡാപ്റ്റ് ചെയ്തതിൽ ഇതൊരു സംഭവമാണ്. പിന്നെ ത്രിവിക്രം ആയതുകൊണ്ട് എനിക്കിതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ റൈറ്റ്സ് വാങ്ങി അഡാപ്റ്റ് ചെയ്തതല്ല എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം പറയാൻ ഉണ്ട്. പക്ഷെ എടുക്കുന്ന ഈ ഒരു ട്രോപ്പ് വൃത്തിക്ക് അവതരിപ്പിക്കാൻ പറ്റാത്തതാണ് കിങ്ഡത്തിൻ്റെ പ്രശ്നം. വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് ഈ തീമാറ്റിക് എലമെന്റ് അതിൽ പ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്. കാർത്തിക് സുബ്ബരാജിൻ്റെ റിട്രോക്കും സംഭവിക്കുന്നതും സെയിം പ്രശ്നമാണ്. ഒരു പരിധി വരെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ലോക്കലൈസ്ഡ് ആയ ഡ്യൂണാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിജയ് ദേവരക്കൊണ്ട റീസെൻ്റ്ലി ചെയ്ത സിനിമകളുമായിട്ട് ഈ സിനിമയെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിലെ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷേ സിനിമ വർക്കാവാത്തത് കാരണം പെർഫോമൻസിന് ഡിസർവ് ചെയ്തൊരു സിനിമയല്ല ഇത്. സപ്പോർട്ടിങ്ങിൽ വന്ന സത്യദേവ് നൈസായിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനെല്ലാം എനിക്ക് ഇഷ്ടമായി. വില്ലൻ വേഷം ചെയ്ത വെങ്കടേഷൻ കൊള്ളാം. പക്ഷേ ഇവരൊക്കെ ഈ ക്ലീശയുടെ ഭാഗമായിട്ട് മാറിയപ്പോൾ എനിക്കത് അങ്ങോട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ഗൗതം തിന്നന്നൂരുടെ ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായും എനിക്ക് നിരാശ വരും. കാരണം മല്ലിറാവ തെലുഗുവിലും ഹിന്ദിയിലും ചെയ്ത ജേഴ്സി ഇതെല്ലാം കിടിലമാണ്. എന്നാൽ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഡയറക്ടർ ക്ലേഷ്ഡ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്തപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ട്രെയിലർ ഇഷ്ടമാവാത്തത് കാരണം പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന കാരണത്താൽ കിങ്ഡം ഒരു മോണ്യുമെൻ്റൽ അപ്സെറ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ ഗൗതം തിന്നന്നൂരുടെ വന്നതിൽ നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പണ്ടൊരു റീലിൽ കണ്ടൊരു കാര്യമുണ്ട്. സിനിമയിലെ വില്ലനെ നായകൻ കൊല്ലും, എന്നിട്ട് അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി എവിടുന്ന് വേറൊരാൾ വരും. റൈസ് ഓഫ് കമലക്കണ്ണൻ അങ്ങനെയും പറയാം. പക്ഷേ ഇത് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. ഒരുമാതിരി ആപ്റ്റായൊരു ക്ലൈമാക്സിൽ എത്തിക്കാൻ പറ്റാതാവുമ്പോൾ വെറുതെ ഒരു സീക്വൽ ടീസ് ചെയ്യുക എന്നതാണ് എനിക്ക് ഈ ഒരു സംഭവം മിക്ക സിനിമകളിലും ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. അതും സിനിമ ഇഷ്ടമാവാതെ ഇതൊക്കെ കാണുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. കിങ്ഡത്തിനും ഇതേ സെയിം പ്രശ്നമാണ് തോന്നിയത്. ഹോണസ്റ്റ്ലി എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല. ഇനി രണ്ടാം ഭാഗം വരുമോ എന്നും അറിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.